നമസ്കാരം. ഇന്നലെ വളരെ സങ്കടമുണ്ടാക്കുന്ന, നെഞ്ചു പൊടിഞ്ഞു പോകുന്ന ഒരു പത്രസമ്മേളനം കാണാനിടയായി ചാനലുകളിൽ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അങ്കമാലി ടെൽക്ക് ജംഗ്ഷൻ അടുത്ത് വെച്ച് കാറടിച്ചു കൊല്ലപ്പെട്ട ജസ്ലിയ ജോൺസൺ എന്ന പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും സഹോദരനും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ നടത്തിയ ഒരു പത്രസമ്മേളനമായിരുന്നു അത്. ഇന്നലെ ആ പെൺകുട്ടി മരിച്ചിട്ട് 5 ദിവസങ്ങളായിരുന്നു. പക്ഷേ പോലീസ് ഈ കുടുംബവുമായി അതുവരെയും ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ പെൺകുട്ടിയുടെ ആന്തരികാവയവങ്ങൾ ദാനം ചെയ്തു കുടുംബം. ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ആ അമ്മ ചോദിച്ചൊരു ചോദ്യം, പാവങ്ങൾക്കും സ്വപ്നങ്ങളില്ലേ, പാവങ്ങൾക്കും ജീവിക്കണ്ടേ, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു മോളായിരുന്നു എൻ്റേത് എന്നാണ് ആ അമ്മ പറഞ്ഞത്. ഇനി ഒരു പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഇനി ഒരു കുട്ടികൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുത് എന്നും പറഞ്ഞു. പോലീസ് 5 ദിവസമായിട്ടും ഈ വീട്ടുകാരെ ബന്ധപ്പെട്ടില്ല. ഇന്നലെ ഈ പത്രസമ്മേളനം നടത്തിയതോടെ ഇന്ന് പോലീസ് വളരെ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ സിറിയക് ജോർജ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആണ്, അയാളുടെ കാറടിച്ചാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി. ഇയാളുടെ കളത്തിപ്പറമ്പിലുള്ള ഇയാളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ വീട് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് പോലീസ് അന്ന് നൽകിയ വിശദീകരണം. ഇന്നിപ്പോൾ കാര്യങ്ങൾ ചൂടുപിടിച്ചപ്പോൾ ഈ സിറിയക് ജോർജിൻ്റെ അച്ഛൻ ജോർജ് മാത്യുവിനെ, അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. മകനെ ഒളിവിൽ പോകാൻ സഹായിച്ചതാണ് അയാൾ ചെയ്ത കുറ്റം. ഒന്നോർത്ത് നോക്കൂ, അയാളൊരു ഡോക്ടറാണ്. ഒരു പക്ഷേ അയാൾ തക്ക സമയത്ത് വാഹനം നിർത്തി ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനോ മറ്റോ ശ്രമിച്ചിരുന്നെങ്കിൽ അവൾ ഇന്നും ജീവിക്കുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഒരു പാവപ്പെട്ട കുടുംബം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പ്രത്യേകിച്ചും ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു മാതാപിതാക്കൾ ഒരു കുട്ടിയെ, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ആ കുട്ടിയെ ജനിപ്പിച്ചു വളർത്തി പല സ്വപ്നങ്ങൾ കണ്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് പെട്ടെന്നൊരു ദിവസം ആ കുട്ടി, ആ ആൺകുട്ടിയോ പെൺകുട്ടിയോ അവൾ ഇല്ലാതായി പോകുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. പലരും പിന്നെ മരിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ബന്ധുക്കളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു തിക്കും തിരക്കുമൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത് ഈ സ്വപ്നങ്ങളെല്ലാം നശിച്ചു പോയ ഈ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും മാത്രമായിരിക്കും. ഈ സിറിയക് ജോർജ് വലിയ പണക്കാരനാണ്. കൃത്യമായിട്ടും ഇടപെടലുണ്ടാകും പോലീസിനോട്. കാരണം കേരള പോലീസ് വളരെ സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അവർക്ക് എന്നെയും മറുനാടൻ ഷാജൻ സ്കറിയെയും ക്രൈം നന്ദകുമാറിനെയും അഡ്വക്കേറ്റ് KN ഷാജാനെയും ഒക്കെ പോലെയുള്ള ഭീകരന്മാരെയൊക്കെ അവർക്ക് നിമിഷങ്ങൾക്കകം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അത്രയ്ക്കും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ഇതുപോലെ ഒരു പണക്കാരനായ ഒരു കൊലയാളിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് സുപ്രീം കോടതിയുടെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് പലരെയും ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. PC ജോർജിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അഡ്വക്കേറ്റ് KM ഷാജഹാനെയും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് 1.5 മാസത്തോളമാണ് PV അൻവറിൻ്റെ നേതൃത്വത്തിൽ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയെ വേട്ടയാടിയത്. അതിനുശേഷവും ഈ ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ വയസ്സായ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, പോലീസിന് ചെയ്യാൻ താല്പര്യമില്ല. പണക്കാരന് ഒരു നിയമം, പാവപ്പെട്ടവന് വേറൊരു നിയമം. അതാണ് ഈ നാട്ടിലെ നിയമം. ഇവിടെ എങ്ങനെയാണ് കേരള പോലീസ് ഇത്രയധികം അധപതിച്ചത്? ഇവിടെ നമ്മൾ ഈ പെൺകുട്ടിയുടെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ അത് തീർത്തും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ആ കുട്ടിയുടെ ജീവൻ മടങ്ങി വരാൻ പോകുന്നില്ല. പക്ഷേ അമ്മയുടെ ആ നെഞ്ചുലഞ്ഞുള്ള കരച്ചിൽ, ആ വിലാപം നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം എന്നെയോ നിങ്ങളെയോ പോലെയുള്ള ഒരു സാധാരണക്കാരന്, നമ്മളെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്കോ ആണ് ഇത് സംഭവിച്ചാലും ഇത് തന്നെ സംഭവിക്കും. വേറെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ നിരത്തുകളിലൊക്കെ എത്രയോ ആൾക്കാർ കൊല്ലപ്പെടുന്നു. ഒരു പ്രകോപനവുമില്ലാതെ ഇപ്പോൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തർ കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതിലൊക്കെ ഏതെങ്കിലും സ്വാധീനമുള്ളവൻ്റെ, ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ സംഭവിക്കുന്നത് എന്നെയും നിങ്ങളെയും പോലെയുള്ള നികുതിയൊടുക്കൽ, പിഴയൊടുക്കൽ, വോട്ടുകുത്തൽ യന്ത്രങ്ങളായ സാധാരണക്കാർക്ക് മാത്രമാണ്. പിഴയൊടുക്കേണ്ടത് നമ്മളാണ്. ഇവിടെ ശരം വിട്ടതുപോലെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പാഞ്ഞു പോകുന്നത് റോഡ്. അവർക്ക് ഫൈൻ അടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഫൈൻ അടയ്ക്കണം. യഥാർത്ഥത്തിൽ ഈ ഒരു പരിഷ്കാരമൊക്കെ റോഡെല്ലാം നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം, സഞ്ചാരയോഗ്യമാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തുഗ്ലക് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് പലയിടത്തും. ആകെപ്പാടെയുള്ള കുറേ ദേശീയപാതകളൊക്കെ എടുത്ത് തൻ്റേതായ രീതിയിൽ പിണറായി വിജയൻ അത് പരസ്യമാക്കി എടുക്കുകയാണ്. കുറേ അന്തംഗമികൾ അതിനെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താണ്?
ആദ്യം ചെയ്യുന്നത്, അതായത് പാൻറ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജട്ടി ഇടുന്നത് പോലെയാണ് പിണറായി സർക്കാരിൻ്റെ പരിഷ്കാരങ്ങൾ. ആദ്യം ചെയ്യേണ്ടത് റോഡുകൾ ക്ലിയർ ആക്കുകയാണ്. അതിനുശേഷമാണ് AI ക്യാമറയൊക്കെ വെച്ച് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരങ്ങളാണ് ഈ പിണറായി വിജയൻ്റെ സർക്കാർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞു വരുന്നത് പോലീസിനെ കുറിച്ച് തന്നെയാണ്. ഈ പോലീസിന് തീർച്ചയായിട്ടും ഒരു SHOയ്ക്കോ ഒരു SIക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഒരുപക്ഷെ ഈ പ്രതിയെ പിടിക്കണമെന്നുണ്ടെന്ന് തന്നെയായിരിക്കും. പക്ഷേ മുകളിൽ സാറന്മാരുണ്ട്. കാരണം ഈ അപകടം ഉണ്ടാക്കിയ ഡോക്ടർ സിറിയക്ക് ആ സമയത്ത് മദ്യപിച്ചിരുന്നോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇന്ന് സംഭവം നടന്നിട്ട് 6 ദിവസങ്ങളായിരിക്കുന്നു. ഇനി അയാളുടെ രക്തം പരിശോധിച്ചാൽ തന്നെ എന്താണ് കിട്ടുക? അയാൾ മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. ശ്രീറാം വെങ്കിട്ടരാമൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. KM ബഷീർ എന്നൊരു പാവം മാധ്യമ പ്രവർത്തകനെ കാർ കൊണ്ട് ഇടിച്ചു കൊന്ന കൊലയാളിയായ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോഴുമുണ്ട് സർവീസിൽ. ഇതൊക്കെയാണ് നമ്മൾ സാധാരണക്കാരുടെ ഗതികേട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബ്രിട്ടീഷുകാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? വെള്ളക്കാരുടെ അടിമകളായിരുന്നു നമ്മളെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്നും നമ്മൾ അടിമകളാണ്. അതായത് നാടൻ സായിപ്പുമാരുടെ, പിണറായി വിജയനെയും അതുപോലെയുള്ള നാടൻ സായിപ്പുമാരുടെ, PK ശശിയെയും ഭരിക്കുന്നവരായ നാടൻ സായിപ്പുമാരുടെയും നാടൻ വെള്ളക്കാരുടെയും അടിമകളാണ് നമ്മൾ. അന്നൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ അന്ന് പണിഞ്ഞിട്ട് പോയ പാലങ്ങളും ഡാമുകളും കെട്ടിടങ്ങളും എല്ലാം ഇന്നും ഒരു കേടും കൂടാതെ ഇരിക്കുകയാണ്. അവർ നിർമ്മിച്ച തേയിലത്തോട്ടങ്ങളാണ് ഇന്നും ഉള്ളത്. അവരുടെ നിർമ്മിതികളാണ് ഇന്ന് ഇവിടെ പൊളിഞ്ഞു വീഴാതെ നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളും. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? കോടികൾ മുടക്കി ഇവിടെ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കുമ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇടിഞ്ഞു വീഴുന്ന ഒരു രീതിയുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അടിമകളല്ലേ? മുഖ്യമന്ത്രി റോഡിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മാറി നിന്ന് കൊടുക്കണം. മുഖ്യമന്ത്രിയുടെ 7 അയലത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഇതിനു മുമ്പും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. EK നായനാരുടെ അടുത്തോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്തോ അച്യുതാനന്ദ സഖാവിൻ്റെ അടുത്തോ ഒന്നും പോകുന്നതിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഭരണമാണ്. അപ്പോൾ പോലീസ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം തന്നെ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ചങ്ക് പൊട്ടിപ്പോയി. സത്യമായും അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ആ അമ്മ ചോദിക്കുന്നൊരു ചോദ്യം അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരുടെ മകളെ ഇടിച്ചു കൊന്നു. ചുരുങ്ങിയ പക്ഷം ആ കൊലയാളിയെ അറസ്റ്റ് ചെയ്യാനെങ്കിലും തയ്യാറാകേണ്ട പോലീസ്. ഇന്നിപ്പോൾ സംഭവം വിവാദമായപ്പോൾ അവൻ്റെ അച്ഛനെ ക്ഷണിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകനെ സഹായിച്ചു എന്ന കുറ്റം ചുമത്തി. ഇനിയിപ്പോൾ ഇന്നോ നാളെയോ അവനെ അറസ്റ്റ് ചെയ്യും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഒരു കേസെടുക്കും. എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. ജനിച്ചുപോയി കേരളത്തിൽ. ഇനി അത് മരിക്കുന്നത് വരെ ജീവിച്ചേ പറ്റൂ. അതാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. സാധാരണക്കാരൻ്റെ ഒരു സുരക്ഷയും, അവൻ്റെ സ്വത്തിനോ ജീവനോ യാതൊരു സുരക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം മാറ്റിയിരിക്കുന്നു ഈ നശിച്ച ഭരണം. ആത്മാഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലീസുകാർക്ക് പോലും അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഈ ഭരണം. ഇത് എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ആശങ്ക.